എന്റെ ആക്ടിങ് അപ്പൊ ഏത് മെത്തേഡാണെന്ന് പറഞ്ഞത്? ഒരു തരം ക്ലാസിക്കലാണ്. ക്ലാസിക്കൽ. ഈ ശോഭന നമ്പി എന്ന ടൈപ്സ് അല്ലേ? എടാ വിനീത് ക്ലാസിക്കൽ ഡാൻസ് അല്ല പൊട്ടാമാരെ, ക്ലാസിക്കൽ ആക്ടിങ് അല്ലേ? അത് തന്നെ. പിന്നെ ഈ 18-ാം നൂറ്റാണ്ടിലെ ഷേക്സ്പിയർ നാടകത്തിലെ ആക്ടേഴ്സ് ഇല്ലേ, അവരെ പഠിച്ചൊരു രീതിയാണ്. ഡയലോഗാണ് മെയിൻ പരിപാടി. അതങ്ങോട്ട് മനപ്പാടം പഠിച്ച് നല്ല ഭംഗിയായിട്ട് അങ്ങോട്ട് പറയും. അത് നല്ലല്ലേ? അതത്ര നല്ലതൊന്നുമല്ല. ഇങ്ങനെ ചറപറ ഫിലിം ചെയ്യാൻ നേരത്ത് അതങ്ങനെ വർക്കൗട്ട് ആവണമെന്നില്ല. അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് സ്ട്രോങ് അല്ലെങ്കിൽ ഡയലോഗിൽ പഞ്ചില്ലെങ്കിൽ പണി വാളും. നല്ല ഇന്റൻസ് ആയിട്ട് കൊണ്ട് കളിച്ചോട്ടെ, ചെടിയൊക്കെ കൊണ്ട് തിരിച്ചോട്ടെ. ഞാൻ ഷോട്ടിൽ കളിച്ചോളാം. ഓക്കെയാണ്, പെട്ടെന്ന് എടുക്കാം. കിലോമീറ്റർ നോയ്സ് നല്ല ഓട്ടമുള്ള. റെഡി വേഗം എടുത്തോ. ചേട്ടാ എന്നാണ്ട്? നമ്മുടെ കുഞ്ഞുമോൻ കളിപ്പിന്ന് വന്നോ? ഇത് അവൻ രാവിലെ വന്നു. നമുക്കൊരു ചെറുത് മാറ്റി വെച്ചേക്കാൻ പറയണേ. ഒരു കുപ്പി. ഞാൻ അക്കരയ്ക്ക് വരാം, നാളെ മറ്റോ. ഡോട്ട് സാറേ, ഒരു വെട്ടം കൂടി കേട്ടോ. ഒരു 2 മിനിറ്റ്. നമ്മുടെ നെടുമുടിച്ചേട്ടനല്ലേ, പുള്ളിക്കാരൻ നെടുമുടിക്കാരനാണല്ലോ. അവിടെ ഇതേപോലത്തെ വെള്ളക്കെട്ട്, ചെറിയ തുരുത്തൊക്കെ നമ്മൾ ഈ നിൽക്കുന്ന പോലത്തെ തുരുത്തുകള്. അപ്പൊ അപ്പുറത്തേക്ക് തുരുത്ത അപ്പുറത്തേക്ക് നിരാ സംസാരിക്കാൻ നേരത്തെ ഇങ്ങനെ ഒച്ച മാത്രം കേൾക്കണമെന്നില്ല. പിന്നെ ആ കൂട്ടത്തിൽ ചെറിയ ആംഗ്യ ഭാഷ കൂടി കേട്ടു. ഇങ്ങനെ ചേട്ടോയ് കുഞ്ഞുമോൻ ഗൾഫീന്ന് വന്നോ? ഗൾഫീന്ന് വന്നോ? ഒരു കുപ്പി മാറ്റി വെക്കണം. ചേട്ടായിട്ട് പിന്നെ ഈ ഗാന്ധിയനെ അച്ഛൻ്റെ പിന്നെ കുപ്പിന്ന് അങ്ങനെ ഒച്ചത്തി പറയണ്ട, താത്തി പിടിച്ചോ അല്ലേ? ഓക്കെ. അതെ, ആ ചെരുപ്പ് കുരിക്കോ, ചെളി ചവിട്ടിക്കോ, ഒരു കുഴപ്പമില്ല. നമ്മുടെ കുഞ്ഞുമോൻ കളിപ്പിന്ന് വന്നോ? ഇതുപോലുള്ള ചില കാര്യങ്ങളിൽ എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. ഉണ്ടാവണല്ലോ, അത് തീർക്കാറില്ലാവുന്നിരിക്കുന്നത്. അത് കഴിഞ്ഞൊരു ഡൗട്ട് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ബാക്കി ഉണ്ടെങ്കിലേ നിങ്ങൾ തന്നെ തീർത്താൽ മതി. ഞാൻ ആരുടെയും ബാക്കി എടുക്കില്ല, തറവാട്ടി പറഞ്ഞവനെ. എനിക്ക് ബേസിക്കലി അഭിനയിക്കുന്ന സമയത്ത് കൈ ഒരു ബാധ്യതയാണ്. ഇത് എവിടെ വെക്കണം, എങ്ങനെ പിടിക്കണം, ആര് കൺഫ്യൂഷൻ അടിക്കും. കയ്യിലൊരു പേനയോ സിഗരറ്റോ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ പറയണ്ട. എത്ര നേരം വെച്ചിട്ടാ പോക്കറ്റിൽ തന്നെ കേട്ടോണ്ടിരിക്കുന്നത്. ശരിയാണ്, അത് എനിക്കും തോന്നിയിട്ടുള്ള സംശയമാണ്. അത് ശരി, എന്നിട്ടാണോ നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത്? അതെ, ഇതിലിപ്പോ എത്ര പേടിക്കാതിരിക്കുന്നു. ഏറ്റവും സേഫസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അല്ലേ. ആകെയുള്ള പ്രശ്നം ഈ ലാൻഡിങ്ങിലും ടേക്ക് ഓഫിലും മാത്രം ചില ഫ്ലൈറ്റുകൾ പൊട്ടിത്തെറിക്കും. ബാക്കിയൊക്കെ സേഫാ. ആർക്ക് പേടി? കൈകളെ പറ്റി ചിന്തിക്കാതിരിക്കുന്ന ബെസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ,
നമ്മൾ എന്ത് ബിഹേവ് ചെയ്താലും അതിനനുസരിച്ച് കൈകളും ബിഹേവ് ചെയ്യും. നമ്മൾ പണ്ട് ആനിമൽസ് ആയിരുന്നല്ലോ. ഈ ആനിമൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വാലുകൊണ്ടാണ്. നമുക്ക് വാലുണ്ടായിരുന്നു, പയ്യത് പോയി പോയാണ് കൈയിലോട്ട് എത്തിയത്. നമ്മൾ സംസാരിക്കുന്ന ഫുൾ റിതം കൈകളിലൂടെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും. ജെന്യുവിനായിട്ട് നമ്മൾ എന്ത് ചെയ്താലും ആൾക്കാർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ആവും. ഇപ്പം തന്നെ പേടിച്ചപ്പോൾ കയറി പിടിച്ചില്ലേ? ഡേവിഡിന് അത് ചെയ്യാൻ പറ്റും, പേടിക്കാം. പക്ഷെ സൂപ്പർ സ്റ്റാറിന് പേടിക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഡിഫറൻസ്. എനിക്ക് പേടിയൊന്നുമില്ല.